പോയോ അമ്മായി വന്നാ ചീത്ത കിട്ടൂലെങ്കി അമ്മമാരെ പറഞ്ഞ ഇജുമ്മേരെ നീളാണ് ഇജ്ജ് എടുത്തുക്കണോന്ന് വെച്ചിട്ട് ഡൗട്ടുണ്ട്. ഞാൻ തന്നെ പൊട്ടുക്കണല്ലോ, ഇല്ലെങ്കിൽ ആ പറഞ്ഞ ഓളെയൊക്കെ ഞാൻ കൊണ്ടുപോയി ഞാനല്ല പണ്ടായിരുന്നു. പിന്നെ എന്റെ പെണ്ണുങ്ങളെയൊക്കെ ഞാൻ അടുപ്പിച്ചും ചെയ്തത് എന്റെ കര അടി വെട്ടി കൊണ്ട് സാധനമായിട്ട് വന്നാ അപ്പൊ സാധനം ഇവിടെ ഉണ്ട്, ബാക്കി ഇച്ച അവിടുന്ന് കിട്ടിയായിരുന്നു. അപ്പൊ ഇത് അവിടുന്ന് കിട്ടിയെങ്കിൽ അതും അവിടെ ഉണ്ടാവില്ല അമ്മ. അസ്സലാമലൈക്കും. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് താത്താന്റെ നാപ്പായിട്ട് ഉമ്മാക്ക് ഡ്രസ്സും കാര്യൊക്കെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞേന്. അമ്മൊന്നും വേണ്ട മാക്സി മതി പറഞ്ഞു. അവിടുന്ന് ഓണം ഉമ്മാക്കൊന്നും സുഖമില്ലുണ്ട്. ഇവിടെ ഒരു കാക്ക വന്നിക്കണ്, നമ്മളൊരു നാളെ മാക്സിയും കാര്യൊക്കെ എടുത്തില്ലേ. അപ്പൊ തറവാട്ടത്തെ അമ്മായിക്കും ഉമ്മമാക്കും ഇവിടുത്തെ ഉമ്മാക്കും എടുക്കും. നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ നമ്മള് അമ്മായിക്കുള്ള മാക്സി രസമുണ്ട് ഉമ്മ. ആ എനിക്കൊരു ടൗസർ എടുത്ത് തരും. അച്ഛമ്മ എടുക്കട്ടെ എന്നിട്ട് തരാം. കെട്ടുണ്ട് മൈന് കെട്ടില്ലിടോ അമ്മായി. എന്താണത്? അത് ടോപ്പാണ്, മാക്സിയാണ് ടോപ്പ്. അപ്പത്തെ മോഡലാണ്. അല്ലയാ ചോദിച്ച മറ്റേ ടോപ്പ് ഇല്ലേ ഇനി? ആ വാങ്ങിത്തരും വാങ്ങിത്തരും. അച്ഛമാനെ മേടിച്ചെടുക്കട്ടെ. ഇതെടുത്തോക്ക് അതൊന്നുണ്ടേ. ഒരു ടൗസർ രണ്ടെണ്ണം എടുക്ക. ഇതോ നമ്മള് എടീ ഇതൊക്കെ അമ്മായിക്ക് രസമുണ്ടോ? അങ്ങനെ അമ്മായി കെട്ടി അതാണ് ഒരു രസം തോന്നുന്നു. നോക്കാ, ഇതാണ് അമ്മായിക്ക് നമ്മള് പറഞ്ഞ മേശ. നോക്കിയോ മതിയോ? ഇതാ രസം. അതാ രസം. അങ്ങനെ പറ്റി നിർത്തിയൊക്കെ ബാക്കി അവിടെ വെച്ചിട്ട് കാര്യമായിട്ട് തരീന തോന്നില്ല. ടൗസറും കുപ്പായും ആ കുപ്പായങ്ങൾ എടുക്കണതേ നിലത്ത് മണ്ണ് തട്ടണ്ടാന്ന് പറഞ്ഞത്. കൽപ്പൊക്കെ ഉണ്ടോ? ശീലം അമ്മാക്ക് ഒന്നവിടെ അടുത്ത് വെച്ചിക്കണേ. ഉമ്മമാക്ക് ഇങ്ങനത്തെ ഒക്കെ പറ്റുള്ളൂ. അങ്ങനത്തെ കളർ മാറ്റാം കുറച്ചൊക്കെ. ഇതോ രസമുണ്ട്. ചെറിയ പുള്ളി നോക്കി ഏതാ രസം. സ്വപ്ന ഇതിലേതാ വണ്ടിയേ? ഇത് ഇതല്ലേ മാക്ക് രസം. ഇതിനെത്രക്കാ? നിങ്ങക്ക് ഏതാ? ഇത് രസമുണ്ട്. ഇത് കള്ളിയോ? രസമുണ്ട്. കാര്യം നീലുണ്ട്. ആ നീലുണ്ട്. ചോപ്പുണ്ടോ? ചോപ്പുണ്ടോ? അതുണ്ടോ? ഇതുണ്ടോ? നല്ല രസമുണ്ട്. ചോപ്പിന്റെ കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട്. എങ്ങട്ടേലും പോകുമ്പോ ഇടണോ? രസമുണ്ടല്ലേ? ആ അതുപോലെ ടൗസർ ഇല്ലേ? രണ്ട് ടൗസർ എന്നാണ് ഓന്. എന്താ ജെയ്സി റീതോ കിട്ടിയോ? ഓ പച്ച ടൗസർ. ആ കോഡ് സെറ്റ് ഇല്ലല്ലോ? ജെയ്സി തന്നെ അല്ലാത്തണ്ടോ? അങ്ങനെ
ഉമ്മമാക്കില്ല ഷാള് തരിക കേട്ടോ. ഈ കാക്കാൻ്റെ അടുത്ത് നല്ല നല്ല മോഡല് നമ്മൾ പീടി പോയിരിക്കൂലേ. ഇതെങ്ങനെയുണ്ട് സിപ്ന? നല്ല രസല്ലേ? നല്ല രസമുണ്ട്. നമ്മള് പീടി പോണ അങ്ങനത്തെ മോഡൽ, എല്ലാ മോഡലും കാക്കാൻ്റെ അടുത്ത് ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ വിലക്കുറവോ അങ്ങനെ ഇങ്ങനെ നല്ല സാധനം, നല്ല രസമാണ്. ഇതീക്ക് ചേട്ടനെടുത്തളി വെള്ള ഇതൊക്കെ ഷാളാണ്. ഉപ്പുമാക്കുണ്ട്. ഇതാണോ? ഇത് എരുവിലേക്ക് ആ വാങ്ങട്ടെ, ചോദിച്ചോക്കട്ടെട്ടാ. അവിടെ ഭയങ്കര വെച്ചോക്കലും കാര്യൊക്കെയാണ്. ഇതോ മറ്റോന് കിട്ടിയിട്ട് മറ്റോന് കുയിന്തളകിയേക്ക്. ഇല്ലാത്ത കളർ ഏകദേശം ഇപ്പൊ ഷോപ്പ് ഇട്ടിട്ടില്ലേ, ഷോപ്പ് ഇല്ലാത്ത എടുത്തളിഞ്ഞ് വലിപ്പ് കയറൂലേ. ഇതൊക്കെ ഇങ്ങനെയല്ലേ മോഡല്. പുള്ളിത്തട്ടല്ല കളറല്ലേ മാക്കാണ്ടി? അതാപ്പ പറയണ്. ആ ചോപ്പ് ഷാളല്ല നീളണ്ട് ഫർദിക്ക് ഇടന്നിട്ട്. എന്നാ ഷാൾ എടുത്തളി. കാപ്പിയോ? നിങ്ങളെ കയ്യോ ഇഞ്ച കജ്ജാക്കണ ആ വണ്ടിയില്ല. കാപ്പി എടുത്തിട്ടടി മാണ്ടെങ്കി മാറ്റാ. ഓൽക്ക് ഇപ്പൊ അത്രയും സെറ്റ് ആക്കണം കൈ. ഇനി കുട്ടിയാക്ക് യോ പീതു രസല്ലാണോ നോട്ടെ? കൊണ്ടല്ലോ ഇല്ല. ഓനില്ലാക്ക ഏതേലും ഒന്ന് എടുത്തു കൊടുക്ക, അല്ലെങ്കിൽ എന്താ കൊയിന്തിന്റെ പെരുന്നാളൊക്കെയാണ്. ഇനി ഓനൊന്ന് തരിട്ടോ, ചെറിയ കുട്ടിയാക്കില്ലത്. എന്തമ്മ പരിപാടി? സമയ കണ്ടോ? പരിപാടി ഉണ്ടോ? അല്ല രാവിലെ ചോദിച്ചിനി ഉണക്കമീനാക്കല്ലേ ചോദിച്ചിനി. വാന്ന് പറഞ്ഞ എന്താ സംഭവം? കൊറേ മത്തിയുണ്ട്. മീൻ വണ്ടിക്കാട്ട് മത്തിയുള്ളൂ, അല്ലാതെ എന്നും മത്തിയാലേ? മത്തി അമ്മക്ക് തിന്ന് മതിയായി. രസല്ല കേട്ടോ ചോയ. കുഞ്ഞമത്തിയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഉമ്മ ഉപ്പ് കല്ലുപ്പൊക്കെ ഞാനെന്താ അറിയോ, ഒരു ഇതില് കണ്ടു, ഒരു മീൻകാരനുണ്ട് കാട്ടുന്നു. അത് ഓലെ നാട്ടില് കോഴിക്കോട് ആ ഭാഗത്ത് മീൻ പിടിച്ചിങ്ങാണ്ട് ഉണക്കിക്കാലോ. അല്ല, ഒരു മീൻ കടക്കാരനാണ് കാട്ടുന്നത്. അത് കണ്ടതാണ് കേട്ടോ ഞാന്. എന്താകാ ഏതൊന്നും അറിയില്ല. ഞാൻ എവിടെ വെക്കുക? ഇത് കൊറേ ഒരു 5-6 വട്ടം കഴുകി വൃത്തിയാക്കിയ സാധനമാണ്. എന്നിട്ട് അതിക്ക് കൊറേ ഉപ്പിട, നല്ലോണം കഴുകിയിട്ട് ഇതൊക്കെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല വെയില് 2-3 ദിവസം കൊണ്ട് ഉണങ്ങൂല ശരിക്കും. ഇത് നല്ല പാർപ്പിന്റെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ മതിയാവും. നമ്മളെവിടെ ഇപ്പൊ കൊണ്ടുപോയിടാൻ കേൾക്കുന്നു. നമ്മളിപ്പോ എവിടെയെങ്കിലും ഇടട്ടെ കുറച്ച്. അപ്പൊ ഒരാള് പോയി കണ്ടി വരും. പൂച്ചയൊക്കെ നോക്കണം. അപ്പൊ നല്ലോണം ഉപ്പ് വേണം കേട്ടോ. കൊറേ കല്ലുപ്പ് ഇട്ടിക്കണ്. അപ്പൊ അത് നമ്മൾക്കൊന്ന് വെയിലത്ത് കൊണ്ടിടാം. അമ്മാന്റെ പുതിയ റെസിപ്പി നോക്കി നോക്ക കേട്ടോ. പരീക്ഷണാണ് എന്താ അറിയില്ല. കാരണം ഇത് ഉണങ്ങി കിട്ടിയാ പിന്നെ ഏതായാലും ഉറക്കനായില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. അപ്പൊ ഇനി എന്തിനാ അപ്പൊ അത് ഇടുക? ഒരു വലിയ ചാക്കോ പഴയ ഒരു കിട്ടിയാൽ മതി. അതൊന്നും തീരുമാനിച്ചിട്ടില്ല. പൂച്ചകള് പണി പാടോന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് നോക്കി നോക്കട്ടോ. നിന്നിട്ടില്ല ഈ പണി പാളും ഒറ്റൊന്നും ഉണ്ടാവൂല. ഇപ്പൊ മുറ്റത്തൊക്കെ ഇറങ്ങി മറ്റുകള് ഞാനായിട്ടൊക്കെ എന്താ ഉമ്മ മീനായിട്ട് വന്നപ്പോ വെയില് പോയോ? അതുകൊണ്ട് നമ്മൾ ഇത്തിയാതി കസേര ഇട്ടിട്ടേ കടാൽപ്പുറം ഒന്നും വേണ്ട. കടൽപ്പുറം പൂച്ചാള് വിചാരിച്ചിട്ടുണ്ടാവും എന്തേ ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ഞമ്മള് മലപ്പുറത്ത് ആദ്യമായിട്ടൊക്കെ അറിയട്ടെ ഇങ്ങനെ മീൻ ഉണക്കാറിന്. എഴുതിയും വെച്ചളിമ്മ ഞങ്ങളെ മീനാണ് തൊടരുത് എടുക്കരുത്. മീൻ കണ്ട ആരായാലും എടുക്കുകയെ കൂട്ടല്ലാക്കാരൊക്കെ ആൾക്കാര്. അല്ല അപ്പൊ ഇത് പൂച്ചൊന്നുമില്ല അമ്മ. അപ്പൊ നിങ്ങളിവിടെ ഇരിക്കുക. അതിന്റെ മേലെ വാലേ എന്തേലൊക്കെ ഒന്ന് ഇട്ടാലോ? ഇത് വിറ്റക്കാര കാണാതെ കാണും. പിന്നത്തെ വരവില് ഒന്നും ഉണ്ടാവൂല. 1 കിലോ മീനാപ്പത്. ഇത് വിലക്കുറവില് കിട്ടിയാട്ടോ.
രാത്രി വണ്ടിക്കാരുണ്ട് നല്ല ലാഭത്തിൽ എന്നോലത്തുനിന്ന് വാങ്ങിയാണ്. നോക്കി നോക്കാം നമുക്ക്. നോക്കി നോക്കാം. ഇത് പൂച്ച തിന്നു ആരെങ്കിലും എടുത്തുണ്ടോവോ നമുക്ക് അറിയണ്ട. 50 ഉറുപ്പ്യ മത്തിയാണ്. പൂച്ച തിന്നാ ഓല വള്ളാറി. അല്ല നല്ല ഉണക്കൽ മീൻ കിട്ടുകയാണെങ്കിൽ നമ്മളെ വള്ളാറി അതിനെ അവിടെ കറന്ന് വെയിൽ അത് ഇവിടെ ഇരുന്നട്ടോ. ഓൻ എന്തായാലും വണ്ടിമൊക്കെ കയറി കുത്തിരിക്കണ്ട്. പൂച്ച വരികയാണെങ്കില് പൂച്ചനോട് പറയാ അച്ചിമ്മ മീനാണ് തിന്നരുത് എന്ന് കേട്ടോ. സെറ്റല്ലേ? പറയോ ഇന്നോടെ കുത്തിരുന്നോളിട്ടോ. 10 ഉറുപ്പ്യ 4 മണി വരെ കുത്തിരുന്ന 10 ഉറുപ്പ്യ ആട്ടിവിടും കേട്ടോ. നമ്മളെ മീനാട്ടോ തിന്നാൻ കൊടുക്കുക. അത് പാടില്ല. കൊറേ തിന്നൂലേ നമുക്ക് ഉണ്ടാവൂല അല്ലേ? എന്തിനാ അതും അങ്ങനെ വെയിലത്തിട്ടപ്പോ ഉണങ്ങ കറിയും എന്റെ വിചാരം എന്താ കുട്ടിയാണ്. ഓക്കെ ഇന്നിവിടെ ഇരുന്നട്ടോ. പൂച്ച വരികയാണെങ്കി അപ്പൊ അച്ചുമാനെ വിളിച്ചോ കേട്ടോ. ഇന്നിവിടെ ഇരുന്നട്ടോ. ഞങ്ങളൊക്കെ ഓക്കെ നല്ല ആറ്റിറ്റ്യൂഡിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നോക്കൂ അതിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ടോ അവിടെയല്ലേ മീന്. പറഞ്ഞാതിരി കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. പോയിട്ടൊന്നുമില്ല. നോക്കടാ ഇരിക്കണ ആള് അത് കാര്യത്തിലെടുത്തിക്കണം കേട്ടോ. അത് കാര്യത്തിലെടുത്തിക്കണം കേട്ടോ. ആയിട്ടില്ല വല്ലാത്തൊരു എന്ത് ഇത് പൂച്ച 2 മീൻ കൊണ്ടുപോയിട്ടോ. ഞാൻ പറഞ്ഞാണ് പൂച്ച കൊണ്ടുപോകുന്നു. 2 മീൻ കൊണ്ടുപോയോ? അല്ല അജിപ്പോ മുട്ട ഒന്ന് കുത്തിരിക്കുക. മുട്ട എന്താണ് അപ്പൊ ഞാൻ മുട്ട ആണോ? 2 മീൻ കൊണ്ടുപോയോ? നിങ്ങൾ കണ്ടോ? ഇതാക്കണ പൂച്ച വരുന്നു പടച്ചോനെ. അതിന്റെ പള്ളല്ലോ അറിഞ്ഞിക്കണ അപ്പൊ വില കുറഞ്ഞാണാവോ? ആളെ മൂടേ തെക്കാണേ മീനും അടക്കിലോ. അതിന്റെ മേലെ എന്തേലും വിരിച്ചുമ്പോ കടൽപ്പുറത്തൊന്നല്ലേ പൂച്ചയും പട്ടിയൊക്കെ നാട്ടിലാണ് നിങ്ങൾ വിരിച്ചിട്ടിക്കണേ. ഇമ്മ വല്ല മറ്റേ ഹൈടെക്കിലൊക്കെ ആരും വരാത്ത പോലെ അതിന് വരിക. കാക്കിണ്ട് നമ്മളെ നാട്ടിലേ കാക്കച്ചേ. നിങ്ങൾ അവിടെ ഇരുന്നോളിട്ടോ. അരണിക്കൂട് ഓരോരുത്തർക്ക് ഷിഫ്റ്റ്. ഓക്കെ ആദ്യം ആർക്കാ ആദ്യം ടൈം കയറ്റും. അങ്ങനെ അവിടെ പോയിരുന്നു. അവിടെ ഇതാക്കണ ഒരു പൂച്ച നോക്കിക്കണ് കണ്ടോ. അവിടെ ഒരു പൂച്ച ഉണ്ട്. എന്നാ ഏറ്റെടുക്കട്ടോ. എന്നാ അവിടെ ഇരിക്കണ് അവിടെ നിൽക്കട്ടോ. എന്നാ ഇതാ ഉള്ളിൽ കടന്നോ. ഓന് അരമണിക്കൂർ അതിന്റെ നമ്മള് പൂച്ചനെ കാറ്റ് വിടണേ. ആരാ പറയണേ? ഇന്നലെ ഇവിടുന്ന് പോയ അമ്മ പിന്നെയും വന്ന പെരും തപ്പലാട്ടോ. എന്താ നിങ്ങള് തപ്പണ്? എവിടെ തെളിവിനില്ല സാധനം എവിടെ നിങ്ങൾ കൊടുന്നേ? തെളിവിന് വേണ്ടിട്ട് അതിന്റെ അടിച്ചുകാട് ഇവിടെ കൊറന്ന് ഇട്ടിക്കണ് ഞങ്ങള് പറയണില്ലേ. പിന്നെ പട്ട എവിടേക്കും കൊണ്ടിട്ടില്ല. എവിടേക്കും പോകാനും വീട്ടിലില്ല. പിന്നെ ഞാൻ പഴയ പർദ്ദ മറ്റേ അലാക്കിന്റെ 2 പർദ്ദ ഉണ്ട്. അത് ചെറിയ പഴയ 2 പർദ്ദയുണ്ട്. പിന്നെ സാധാരണ ഇടാൻ ഇതിലൊക്കെ പോകുമ്പോഴും നമ്മളിവിടെ എവിടെയും കണ്ടിട്ടില്ല നിങ്ങളെ പർദ്ദ. ഞാൻ പർദ്ദന്റെ കൂടുതലുണ്ടാവും. ആ കൂട്ടത്തിലുണ്ടാവോ? അമ്മ അതില് നോക്കിക്കൊടുത്തോക്കി ഉണ്ടേ ഞങ്ങള് കാണുന്നതാണ്. സമയം എടുക്കണോ? അമ്മമാരെ പർദ്ദ ഇജ്ജുമ്മി ഒരേ നീളാണ്. ഇജ്ജ് എടുത്തുക്കണോന്ന് വെച്ചിട്ട് ഡൗട്ടുണ്ട്. ഞാൻ തന്നെ പൊട്ടുക്കണല്ലോ. ഇല്ലെങ്കിൽ ആ പർദ്ദ ഓളെയൊക്കെ ഞാൻ കൊണ്ടുപോയി. ഞാനല്ല പർദ്ദ പർദ്ദല്ലേ തന്ന പർദ്ദ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതേപറ്റി പറയാണ്ട് പറഞ്ഞിട്ടുണ്ട്. പർദ്ദ ഉണ്ട് ഇടങ്ങേറിക്കണിപ്പോ. പർദ്ദ ഉണ്ട് ഇവിടെ ഉണ്ട്. സർപ്രൈസ് ഉണ്ട്. എന്താ ആരുടെ കാലം ഇതെടുത്തില്ലേ? എന്ത് എന്ത്? ആ നിങ്ങക്ക് മാക്സ് എടുത്തിക്കണ് മറന്നിക്കണ്. മാക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ആ സ്ഥലം എവിടെ നിങ്ങക്ക് ഇഷ്ടം പോലെ ഞങ്ങള് കണ്ടിട്ടില്ല. എന്നും ഇട്ടതന്നെ അതെ ഇതിലെ നയിക്ക് അടിച്ചിട്ടില്ല. അത് സ്ഥലം പഴയതൊക്കെ ഒഴിവാക്കിയാൽ മതി. നിങ്ങൾക്കും ഉണ്ട് അമ്മായിക്കും ഓ വണ്ടിന്ന് വന്നിട്ടില്ല. പിന്നെ പനിയാണ്.
ഇങ്ങനത്തെ കൊറേ ഉണ്ട് കളറ്. ഈ കളർ നിങ്ങൾക്ക് ഇല്ല. പച്ച നീല എന്തേലും അവിടെ എത്ര ഉണ്ട് വരും. പറ്റിയിട്ടില്ലേ മാറ്റാ ഞായറാഴ്ച. പറ്റിയ ഷാൾ. ഇത് മുട്ടി കൊടുത്താ പച്ച നീല എന്തേലും ഇത് അങ്ങനത്തെ പുളി ഇത് പണിട്ടാല നീലത്തില്ല. മാറ്റാ ബേജാറാണ്. തട്ട ഇല്ലാത്ത കളർ ഇത് മറ്റേ ഈ ജാതി കളർ 2-3 ഉണ്ടാവില്ലേ? 3 ചോപ്പ് ഉണ്ട്, കൊറേ ഉണ്ട്. ഞാൻ അടിച്ചാലും ഇങ്ങനത്തെ ചോപ്പ് തന്നെയാണ്. അടിച്ചതും അങ്ങനെ തന്നെയാണ്. എന്നാ ചോപ്പാണോ? ചോപ്പും എന്നിട്ട് അതൊന്നും കാണില്ലല്ലോ. ഉണ്ട് അറിയല്ലാതെ. മക പച്ച നീലേ മതിയോല്ലോ അല്ലേ? പച്ച നീല വേറെ എന്തെങ്കിലും കളർ എടുത്തോളൂ. അപ്പൊ ഞാൻ നാളെ പോയി ഇട്ടിട്ട് പിന്നെ പുസ്തകത്ത് കിട്ടിയില്ല. അല്ല ഫർദയാണ് നമ്മള് തരാൻ വന്നത്. ഫർദ ഇട്ടിട്ടില്ല. പർദ്ദ ആ തോട്ടത്തിലുണ്ടാവുന്നു. ആ ഞാനന്ന് എവിടെ കഴിച്ചിട്ടിരിക്കണോ? അതല്ല എന്തോ അവിടെ അല്ലല്ലോടി ഞാൻ ഇട്ടത് തപ്പിക്കോ. നാളെ സ്കൂളിൽ പോണ്ടേ? നാളെ സ്കൂൾ ഇവിടെ ഒരാൾക്ക് സുഖമില്ല, ഛർദിയാണ്. അതല്ല അത് ഉമ്മച്ച് തന്നതാ. അതേക്കാരം ആ ഉമ്മച്ച് തന്നതാ. ആ കല്ലേക്ക് കൊണ്ടോയിക്കോളി. അത് കൊണ്ടുപോയി ചെറുതാക്കിയാ മതിയേ. ഇതല്ല ഇവിടെ ഉണ്ടെങ്കി നമ്മൾ കാണും. ഏതല്ലോ ഇതിട്ട വയറല്ലേ? അത് പയ്യതാ നിങ്ങള് തന്നത്. ഇനി അത് കൊണ്ടോയിക്കോളി. ഇതാക്കിയാ മതി. അടി വെട്ടിയാ മതി. ഇത് കണ്ടോ ഇവിടെ പൂക്കളൊക്കെ അടിയിലൊന്നുമില്ല. ഓള് ഇന്നും ഒക്കെ തട്ടി കൊണ്ടിരിക്കുന്നുള്ളു. അവിടെ തന്നെ തപ്പി നോക്കി. ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളു. അല്ല നിങ്ങളെ തെളിവിന് സാധനം ഇവിടെ പീടിന്ന് അടിച്ച്. തെളിവിന്റെ ഉത്തരേനെ പിന്നെ എന്റെ പെണ്ണുങ്ങളെയൊക്കെ അടുപ്പിച്ചും ചെയ്തത്. എന്റെ കര അടി വെട്ടി കൊണ്ട് സാധനമായിട്ട് വന്നാ. കൊണ്ടുവരാൻ കട്ടുമ്പോമാന് അപ്പൊ സാധനം ഇവിടെ ഉണ്ട്. ബാക്കി അവിടെ കിട്ടിയായിരുന്നു. അപ്പൊ ഇത് അവിടുന്ന് കിട്ടിയെങ്കിൽ അതും അവിടെ ഉണ്ടാവില്ല അമ്മ. ഞാൻ ഇട്ടല്ലേ ഇത് ഞാൻ വരിന്ന് കൊണ്ടുവരല്ലേ? അല്ലേ അപ്പൊ അതും അവിടെ ഉണ്ടാവൂലേ? അവിടെ തന്നിട്ട് കാണാലൂട്ടി. ഞാൻ ആനിമല കൊട്ടില്ല, ഇതിലും ഇല്ല, അൽമാരിയിലും ഇല്ല. ഇതല്ല ഇത് പോയോ? ഇട്ടിങ്ങോണ്ട് അറിഞ്ഞീനല്ലേ? അത് നിങ്ങൾ തന്നതച്ച് ഒന്ന് നോക്കും കൊടുത്ത അത് കൊണ്ടോയിക്കോളി. പിന്നെ ഇച്ച് വലുപ്പല്ല. ഇച്ച് വലുപ്പം കുറവാ. നടത്തോളി അമ്പാടാണ് വെട്ടിക്കളി. എന്നിട്ട് എന്തായാലും ലോക്ക് വിട്ടച്ചളി. ആരും കൊണ്ടോണ്ട. ഇവിടെ ഉണ്ടെങ്കിൽ കിട്ടുമ്പോ തരണ്ട്. ഇവിടെ അല്ലാതെ ഇപ്പൊ ഇവിടെ അൽമാരൊക്കെ തപ്പി വെക്കേണ്ടി വരും. എവിടെ പോയി? ഞാൻ അൽമാരിയില നോക്കോണ്ടി. അലമാരിൽ ഇട്ടിട്ടില്ലേ? അവിടെ കുട്ടികളുടെ ബ്ലാങ്കറ്റ് പുറത്തൊക്കെ ഉണ്ട്. ഞങ്ങൾ സദ്ദ ഇവിടെ തൂക്കല്. ഇത് വേണ്ട. അപ്പൊ ഞാൻ ഇപ്പൊ ഞങ്ങൾക്ക് തരൂലേ? ഞങ്ങൾക്ക് പാത്രത്തിൽ മല പത എവിടെ ഇടാനാ? ഞങ്ങൾ ട്രൗസർ ഇട്ടാൽ പിന്നെ ചൊറുക്കുണ്ടെങ്കിൽ എവിടെ ഇടാനാ പാത്തച്ചാല് അല്ലേ? കണ്ട എവിടെയും ഇത് വേണം ഞങ്ങക്ക്. മുട്ടിന്റെ അടിയിലൊക്കെ ആങ്കർമാനല്ലേ? അത് ഞാൻ ഏത് ആ എന്തിനാ നിങ്ങൾ കൊണ്ടേക്കായത്? ഏത് സീബൈ എന്നാലും കാട്ടി കൊടുക്കുക. ഇത്ര വെട്ടിങ്ങാണ് ആ പെണ്ണ് ഇത്ര വീതിക്കും വെച്ചതാണ്. അത് അതാണ് ഞാൻ പറയുന്നത്. പപ്പനെ കൊണ്ട് വിട്ടാ പപ്പാക്കൊന്നെ കൊണ്ട് വിട്ടാ കൊണ്ടുവരും. അപ്പ കൊടുത്തു ഓളെ കയ്യിൽ ആരറിഞ്ഞേ? അപ്പക്ക് പറ്റൂ. ഇപ്പാന്റെ അമ്മയാണ്. ഇപ്പാ കൊടുക്ക്. അപ്പൊ തൊലിച്ചു കടിക്കാൻ തൊലിച്ചു കൊടുത്തോളൂ. അടിക്കാൻ കൊണ്ട ഇത് നാളെ ചെറുക്കം കൊണ്ട് ഓരോ തൊള്ളിയിട്ട് കഴിഞ്ഞു. ഇതേ കാണാൻ പാത്തിച്ചോറ് പാത്തിച്ചു ഏതാണ് മിഠായി?
അതെന്താ ഉണ്ടാക്കിയാണ് അവിടെ കൂട്ടാനൊക്കെ? അവിടെ ഞാൻ രാവിലെ ചോറ് വെച്ചു. അത് കോഴിക്കും താത്തക്കും പൂച്ചക്കും ഒക്കെ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും പിന്നെ രസമുള്ളൂ. പിന്നെ രസം കൂടി എരി വെച്ച് ഊറ്റി. ഇന്നലെ വെച്ച കറിയിൽ രസം ഓന് ജിമ്മിന് പോകാനാക്കിയതാ നിങ്ങളെ? അല്ല, ഞാൻ അങ്ങോട്ട് ഏമിച്ച് അങ്ങനെ എവിടെ എവിടെയും പോയി എടുക്കാൻ വീഡിയോണ്ട്. അപ്പൊ എന്താ കാട്ടുന്ന അറിയാം. അപ്പൊ ഞങ്ങൾക്ക് ജിമ്മിന് പോകണമെങ്കിൽ അത് പൊയ്ക്കോ. അതിന്റെ മുന്നേ അത് തത്തണ്ടേനെ ഇങ്ങനെ കളിപ്പിച്ചോ കളിപ്പിച്ചു. പോയോ അമ്മായി വന്നാ ചീത്ത കിട്ടൂല നീ? അമ്മയ്ക്ക് വീഡിയോ ഇട്ട് കൊടുക്കുന്നു. ഏതാ മീറ്റത് തത്തേ? അപ്പൊ അത് കയ്യിലൊക്കെ പിടിച്ചിട്ട് കടക്കാണ് ഇരിക്കാണ്. അത് പോയില്ലേ? അത് ഇങ്ങനെ പിടിച്ച് ഒറ്റ ഊരി പോകും. കടമാണെങ്കിൽ ഈ തത്താക്ക് സ്നേഹമില്ല, പോയാ വരില്ല. വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്നാണ്ട് പിന്നെ ഒറ്റപ്പാടില്ല. ഓനെ കൂടൊക്കെ കൊണ്ട് നടന്ന് കീപ്പിട്ടും മേപ്പിട്ടും വണ്ടിമേപ്പൊക്കെ ചൂടം പിടിച്ചിരുന്നു. ഒറ്റപ്പാടില് രാത്രി പക്കുച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ല തത്ത എത്തുമ്പേ വണ്ടിയും കൊണ്ട് പോകുമ്പോ നോപ്പം പോയി എന്തെങ്കിലും ചെയ്യട്ടെ എത്തിങ്ങാണ്ട് തത്തയിലേ പോയി. തീറ്റയും കൂടി കിട്ടൂല. അത് ചാണ്ടിയല്ലോ. സൺഫ്ലവറിന്റെ വിത്തൊക്കെ തിന്നല്. സാധനം കൊണ്ടുവരുന്നുണ്ട് ഗായ്സ്. എന്തേ എന്താ വണ്ടി മുന്നിക്ക് ഇങ്ങാത്ത? വരി ഒന്നുമില്ല. മുട്ടായി ഉണ്ടോ തപ്പേക്കാരം അല്ലേ? സാധനം ഏറ്റണ ആ സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല, സഹായിച്ചൊന്നല്ലോനെ. അതിലെന്തേലും ഉണ്ടോ നോക്കാം. കടക്കണം വെച്ച എന്ത് ആ ആയിരുന്നു ചാടിച്ചില്ലല്ലോ. ആദ്യം ഒരു വർത്താന ചായ അടിച്ചു, പിന്നെ പറയും ചായ അടിച്ചിട്ടില്ല. പിന്നെന്താ അറിയതോനോട് മുട്ടായി കാരം ഓട്ടാ ഈ കുപ്പായം കൊടുക്കണ്ടോ? ഈ കുപ്പായം കൊടുക്കണ്ടോ? എന്തിനാ ചിക്കോലെ നാസാക്കിക്കണ കുപ്പായം? ഇങ്ങനത്തെ കുപ്പായാണ്. ഏതാതല്ലേ? ഞാൻ മറ്റേതാ വിചാരിച്ചു. ചോറാണോ? അല്ലേ ഒന്നുണ്ടാവത്തില്ലേ. ഇവിടെ കൂട്ടാനും ഇല്ല. മുട്ടുണ്ട് മുട്ട. നേരത്തെ ഉള്ളി ഇട്ടു. അങ്ങനെ ഉള്ളി ചുട്ട് നോക്കി ഞങ്ങള്. അത് നല്ല രസടി. അങ്ങനത്തെ ടൈപ്പിനെ അതായത് പൊറാട്ടന്റെ ഒക്കെ ഇപ്പം കറിയില്ലെങ്കിൽ നല്ല രസാ. ഇത് തിന്നിട്ട് നല്ല രസണ്ടേ. പക്ഷെ അതെന്താ പ്രശ്നം? അത് നല്ലോണം തൈര് നല്ലോണം ഉണങ്ങിയില്ല. നല്ല ശരിക്കും ഉണ്ടാക്കാൻ അറിയണം. നല്ലോണം വേവണം തക്കാളി ഉള്ളി. നല്ലോണം എന്നാലും അതിന് ചോറിന് കൂട്ടാന് അഡീഷണൽ ഡിഷ് സൈഡ് ഡിഷ് സൈഡ് കോഴി വെച്ചിട്ടാണ് സൈഡ് ഉണ്ടാക്കണേ. രസടി. അത് നല്ല രസമാണ്. കണ്ണപ്പ ഉണ്ടാക്കിയപ്പോ നല്ല രസം ഉണ്ടായി. വേറെ ഉണ്ടാക്കിയ രസം ഉണ്ടാവും, നമ്മ ഉണ്ടാക്കിയ രസം ഉണ്ടാവും. പിന്നെ എല്ലാരും ചോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോണ്ട ജിമ്മിന്ന് വന്നിട്ടില്ല. അപ്പൊ വിളിച്ചു നോക്കിയപ്പോ വരികയാണ് ഇറങ്ങിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നെന്താ പരിപാടി വെച്ചാല് ഋതുവിന് തീരെ സുഖമില്ലാതായി ഛർദി കൂടിയോ തിന്നണൊക്കെ ഛർദിച്ചാണ്. പണ്ടേ ഉണ്ട് ഛർദി തുടങ്ങിയ വയറ്റ് പള്ളിക്ക് ഒരു സാധനം. ഓനെല്ലാരും മാതിരിയല്ലോ, ഓനായിട്ട് കഴിയൂല. തികയാതെ പ്രസവിച്ചുകൊണ്ട് ഓന് കഴിയൂല. അപ്പൊ ഇനി ബാലൻസ് നിൽക്കണത് ഇച്ച് സിപ്നാക്ക് കുട്ടിക്ക് ഋതുവിന് എല്ലാവർക്കും മനുഷ്യന് ഫീതു ഋതുവർക്കൊന്നും വരാക്കട്ടെ. കാരണം വന്നു കഴിഞ്ഞാല് കജ്ജണില്ല. ചന്ന് പനിച്ചെങ്കിൽ ഇച്ചപ്പോ ഭയങ്കര ക്ഷീണം തടിയായിട്ട് കജ്ജൂല. ഇപ്പൊ എന്താ പറയാ ഒന്നിനും കജ്ജണില്ല. സത്യം പറഞ്ഞ ഭയങ്കര ക്ഷീണാണ്. പണ്ടത്തെ തടി തിരിച്ചു തന്നിട്ടില്ല. കൊറോണ ഉണ്ടായ പിന്നെ ഈ ഒരു പനി അടിച്ച നമ്മളെ കൈയും കാലൊക്കെ കൊയഞ്ഞ് തടിയേറ്റ് കഴിഞ്ഞില്ല. പണ്ടത്തെ ഒരു തടി കണ്ണൊക്കെ ഇങ്ങനെ അടയ വെറുതെ അടയ്യ.
ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെ കറക്കുകയാണെങ്കിൽ അത്രയും സുഖാണ്. ഒരുമാതിരി പനിയാട്ടോ. അപ്പം ഓന് ഛർദി ഉണ്ട്, ഇച്ച് ഛർദില്ലേന്, സിഫിനെ ഛർദിച്ചു. അപ്പം അങ്ങനെ ഒരു വെജാത്ത ഇല്ലേനി. ഓനേറ്റ് ഇപ്പൊ ട്രിപ്പ് ആയിട്ട് അളിയാക്ക് പോയിക്കണ്, ഫിദൂന് റിതും പോയിക്കണ്. അപ്പൊ ട്രിപ്പ് കയറ്റാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ഓന് ഛർദി അല്ലെങ്കിൽ നാളെ ഞങ്ങൾ പോകേണ്ടി വരും. അപ്പൊ അളിയാക്ക് പണിക്ക് പോയി കഴിഞ്ഞാല് പിന്നെ ഞാനക്കാനും പോകേണ്ടി വരും. അപ്പൊ ട്രിപ്പ് കയറ്റാൻ ഇപ്പൊ തന്നെ അളിയാക്ക് കൊണ്ടിരിക്കണം. കാരണം നാളെ വെച്ചോണ്ട് നിന്നാ കൂടും. ഛർദി ആയതുകൊണ്ട് ഓനായതുകൊണ്ട് പേടിയാണ്, നോക്ക് വേഗം കുഴങ്ങും. എങ്ങനെയുണ്ട് ഇതപ്പോ? ആശ്വാസം ഉണ്ടോ? ഗ്ലൂക്കോസ് കയറ്റിയിരിക്കാൻ കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും കടക്കണം. മീൻ കുട്ടി ഇപ്പൊ ഓനുറക്കി ഇവിടെ കടത്തി, ആദ്യം ഇവിടെ കടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം. ഉറക്കന്നെ നേരം 9 ആയിട്ടുള്ളൂ. പക്ഷെ ക്ഷീണം കാരണം ഒന്നിനും കഴിയണില്ല, കൈ തീരെ പറ്റ പോയിക്കണം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.